നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ വിധി ഇന്ന്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. കേസിൽ 15 പ്രതികൾ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ മറ്റന്നാൾ. ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. അവധി പ്രഖ്യാപിച്ച ബിജെപി ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഇന്ന്. ചങ്ങല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. മാത്യു കുഴൽനാടൻ ഇന്ന് വിജിലൻസിന് മുന്നിൽ. ചിന്നക്കനാൽ റിസോർട്ട് വിവാദത്തിൽ മൊഴി നൽകും. പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ ഏറ്റെടുക്കാതെ സർക്കാർ. നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്ന നിലപാട്. സർക്കാർ രേഖകളിൽ ഭൂമിയുടെ കണക്കിലും അവ്യക്തത. വിശദമായി നോക്കാം. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ മറ്റന്നാൾ. ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി. ബിജെപി ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ അവധി പ്രഖ്യാപിച്ചു. പ്രാൺ പ്രതിഷ്ഠാ ദിവസം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധിയാണ്. അയോധ്യയിൽ നിന്നും രഞ്ജിത്ത് രാമേന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നു മുതൽ പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം പൂർണ്ണമായും ഈ ഗേറ്റിനപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഇന്നു മുതലുള്ള പ്രധാന ഒരു മാറ്റം അയോധ്യ ക്ഷേത്രത്തിൽ. അയോധ്യ ക്ഷേത്രം വർണ്ണാഭമായി അണിഞ്ഞൊരുങ്ങുന്നു. ഇനി 3 ദിവസത്തേക്ക് ആർക്കും പ്രവേശനമുണ്ടാകില്ല. തെരഞ്ഞെടുക്കപ്പെട്ട വിഐപികൾക്ക് മാത്രം. പോലീസുകാർക്ക് അതിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്ന് പക്ഷെ അപ്പോഴും ഇതൊന്നും അറിയാതെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ പ്രവേശനമില്ല എന്ന് അറിയാതെ നിരവധി ആളുകൾ വരുന്നു. പക്ഷെ അവരെ ഇവിടെ വെച്ച് ഗേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. അവർ പലരും ശ്രീരാമ ഭജനുകൾ പാടിയ ശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. നമുക്കറിയാം, പ്രൗഢഗംഭീരമായ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 23-ന് 22-ന് ആ ചടങ്ങ് നടക്കും. 22-ന് ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ ആരംഭിച്ച് 1 മണിയോടുകൂടി ചടങ്ങ് അവസാനിക്കുമെന്നാണ് മുഖ്യ പുരോഹിതരടക്കം അറിയിച്ചിട്ടുള്ളത്. അതിന് മുൻപുള്ള പൂജ ചടങ്ങുകൾ ഇന്നും പുരോഗമിക്കും. കാരണം വിഗ്രഹം ഇപ്പോൾ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. രാംലല്ല വിഗ്രഹത്തിന് ഏതാണ്ട് 51 ഇഞ്ച് നീളവും 1.5 ടൺ ഭാരവുമുള്ള രാംലല്ല വിഗ്രഹം, അതിന് ചിത്രങ്ങളോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു, ഇവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം അന്ന് മിനിഞ്ഞാന്ന് 16 മുതൽ പൂജകൾ ആരംഭിച്ചു. ഇന്നും ഈ പൂജകൾ തുടരും. നാളെയും പൂജകൾ തുടരും. മറ്റന്നാളാകും പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21-ന് നാളെ ഇവിടെ എത്തും. യോഗി ഇന്നലെ വന്നിരുന്നു. നാളെയും യോഗിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. നാളെ എത്തിക്കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ സരയൂ നദിയിലെ സ്നാനം കഴിഞ്ഞ് പ്രധാനമന്ത്രി കാൽനടയായി 2 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ രാം ക്ഷേത്രത്തിലേക്ക് എത്തി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. പ്രധാനമന്ത്രിയുടെ കാർമ്മികത്തിലാകും. മുഖ്യ പുരോഹിതനും മുഖ്യ കാർമ്മികനുമൊക്കെ പ്രധാനമന്ത്രിയാകും. അദ്ദേഹം അടക്കം 5 പേർക്ക് മാത്രമാണ് ആ സമയത്ത് ശ്രീകോവിലിനുള്ളിൽ പ്രവേശനമുള്ളത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പ്രൗഢഗംഭീരമായ ആ ചടങ്ങിന്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. അയോധ്യ നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാണ്. വരുന്ന ഗസ്റ്റുകളെ, VIP ഗസ്റ്റുകളെയൊക്കെ താമസിപ്പിക്കാനുള്ള മുറികൾ സജ്ജമാണ്. മുനിമാരടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 7000-ലധികം ആളുകളെ ആ തരത്തിൽ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. VVIP ഗസ്റ്റുകളാണ് കൂടുതലായും എത്തുക. അവർക്കൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾക്ക്, തയ്യാറെടുപ്പുകൾക്ക്, കാത്തിരിപ്പുകൾക്ക് ശേഷം ഇനി ഒരു ദിവസം കഴിയുമ്പോൾ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലെത്തും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വരികയാണെങ്കിൽ മറ്റു വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി വരികയാണ്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2021 ഡിസംബർ 19-ന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ഇനിയും
സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഇന്ന് ട്രെയിൻ യാത്ര ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് ചങ്ങല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ചങ്ങലയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ആദ്യത്തെ കണ്ണിയാകും. അവസാന കണ്ണിയായി EP ജയരാജൻ രാജ്ഭവന് മുന്നിൽ അണിചേരും. രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പൊതുയോഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ചിന്നക്കനാലിലെ റിസോർട്ട് വിവാദത്തിൽ വിജിലൻസ് മാത്യു കുഴൽനാടൻ MLAയുടെ മൊഴിയെടുക്കും. രാവിലെ 11 മണിക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി. വിജിലൻസിന് മുന്നിൽ ഹാജരാകുമെന്ന് മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ചിന്നക്കനാലിലെ റിസോർട്ട് രജിസ്ട്രേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കുന്നത്. സംസ്ഥാനത്തെ പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൽ സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നു. വിദേശികളുടെ കാലത്തുള്ള തോട്ടങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് പിണറായി സർക്കാർ. സർക്കാർ രേഖകളിൽ ഭൂമിയുടെ കണക്കിലും അവ്യക്തതയുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിദേശികളും ജന്മിമാരും 1947 മുമ്പ് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് സർക്കാരിന് തിരിച്ചുപിടിക്കാൻ കഴിയാതെ വരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സർക്കാരിൽ നിക്ഷിപ്തമാകേണ്ട ഭൂമിയാണിപ്പോഴും സ്വകാര്യ കമ്പനികളുടെ കൈവശത്തിലുള്ളത്. പാട്ടം പിരിക്കാൻ 1980 ഗ്രാൻഡ്സ് ആൻഡ് ലീസസ് ആക്ട് നിലവിൽ വന്നെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. നിയമനിർമ്മാണം നടത്തി ഭൂമി പൂർണ്ണമായും കണ്ടുകെട്ടാനും സർക്കാരിന് താൽപ്പര്യമില്ല. 3.5 ലക്ഷം ഏക്കർ ഭൂമിയുണ്ടെന്ന് രാജമാണിക്യവും 5 ലക്ഷത്തോളം വരുമെന്ന് S. ശ്രീജിത്തും റിപ്പോർട്ട് നൽകിയെങ്കിലും കൃത്യമായ കണക്ക് സർക്കാരിന്റെ പക്കലില്ലെന്നാണ് വിവരം. കണക്കെടുക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയെങ്കിലും 4 ജില്ലകളുടെ കണക്കെടുപ്പേ ഇതുവരെ നടന്നിട്ടുള്ളൂ. വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ കണക്കെടുത്ത് സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പോലും നടപടിയായിട്ടില്ല. പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇന്നും അലംഭാവം തുടരുകയാണ്. 14 ജില്ലാ കളക്ടർമാർക്കും ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ തിരിച്ചുപിടിക്കണം ആവശ്യപ്പെട്ട് കത്തയച്ചെങ്കിലും അതിൻ്റെ പ്രാഥമിക നടപടിയായ തോട്ടങ്ങളുടെ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇത് തോട്ടമുടമകളെ സഹായിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം തുടരുന്നത്. തോട്ടം ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് റവന്യൂ വകുപ്പ് പിന്നാക്കം പോകാൻ കാരണം. ഇടതു വലതു പാർട്ടികളുമായി തോട്ടം ഉടമകളുടെ ബന്ധമാണ് നടപടിക്ക് തടസ്സം. മുഴുവൻ ജില്ലകളിലും സിവിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ ഏറ്റെടുക്കൽ നടപടി ഏറെ വൈകും. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം മാത്രമാണ് പോംവഴിയെന്നിരിക്കെയാണ് സർക്കാരിന്റെ അലംഭാവം. പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പോലും റവന്യൂ വകുപ്പ് അമാന്തം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. കുത്തകകളെ പരമാവധി സഹായിക്കുക എന്നുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗം തന്നെ. S. വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ഭർത്തൃവീട്ടിലെ പീഡനത്തിന്റെ പേരിൽ തിരുവനന്തപുരം തിരുവല്ലത്ത് 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് ഉന്നത സ്വാധീനം മൂലമെന്ന യുവതിയുടെ മാതാപിതാക്കൾ. തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയമുണ്ട്. അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലെന്നും ഷഹനയുടെ മാതാവ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് ഷഹന എന്ന 22 വയസ്സുകാരി ഭർത്തൃവീട്ടിലെ ദുരനുഭവങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ട് 1 മാസം പിന്നിടുകയാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭർത്തൃ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനോ ഒന്നും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. വലിയ വേദനയ്ക്കിടയിലും മകളുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഉറച്ച് ഒരു കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഷഹനയുടെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നു, സുൽഫി. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒടുവിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് ഈ ഭർത്തൃ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്? അവരിപ്പോൾ പിടിക്കും എന്നാണ് പോലീസ് പറയുന്നത്. തൊട്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് ഇത്രയും ദിവസമായിട്ടും ഒരു ഇതും കാണുന്നില്ല ഞങ്ങൾ മാറ്റവും. അത് അവരുടെ പണത്തിൻ്റെ സ്വാധീനമായിരിക്കണം. ആൾക്കാർ അവരെ മറച്ചു പിടിക്കുന്നു എന്ന് തോന്നുന്നു. അതല്ലേ ഇത്രയും ഒരു കേസിലും ഇതുപോലെ ഇത്രയും ദിവസം ആരെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്ന് 26 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒരു മാറ്റവും കണ്ടില്ല. അപ്പം അവരെ താങ്ങാൻ ആൾക്കാരുണ്ട്.
അല്ല അതിൻ്റെ അകത്ത് ഈ ഇടപെടലുണ്ട്. അല്ല ഈ ഒരു ഉദ്യോഗസ്ഥൻ സഹായിച്ചെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതെ അതെ, കടയ്ക്കൽ നവാസ് എന്ന് പറഞ്ഞ് ആദ്യം അയാളാണ് പിന്നെ പോലീസുകാരനാണ് സഹായിച്ചിരുന്നത്. അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അതല്ലാതെ ഇത്രയും മറഞ്ഞു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കില്ലല്ലോ. ഇത്രയും അന്വേഷണവും ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ വരുന്നതെങ്കിൽ എല്ലാം അവരുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ടുള്ള കളി തന്നെയാണ്. അല്ല, നിങ്ങൾ എങ്ങനെ ഇതിനെ ഈ ഒരു വിഷയത്തെ മുമ്പോട്ട് എങ്ങനെ നിയമപരമായിട്ട് നേരിടാനാണ് തയ്യാറെടുക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ നേരിടും. അപ്പോൾ നിലവിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ പിടികൂടുമെന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇത്രയും ഈ കണ്ടിട്ട് വിശ്വാസം ഇല്ലാത്തതുപോലെയാണ് കാണുന്നത്. ഇന്ന് 26 ദിവസമായി. അപ്പോൾ അതൊരു വിശ്വാസക്കേട് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഈ വിവിധ സംഘടനകളടക്കം നിങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം? അതെ, ജമാഅത്തിൽ നിന്ന് ആൾക്കാരും മറ്റ് സംഘടനകളും എല്ലാവരും ഉണ്ട്. ഈ കുഞ്ഞ് ആരോടൊപ്പമാണ്? ഷഹ്നയുടെ കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് കൊച്ച്. അപ്പോൾ എന്തായാലും വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. 1 മാസം പിന്നിട്ടിട്ടും ഈ ആരോപണ വിധേയരായ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല പോലീസിനെന്ന് പറയുമ്പോൾ അത് വലിയ സംശയങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉയരുകയാണ്. തിരുവല്ലത്തു നിന്നും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ പ്രതിപിടിയിൽ. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ഭാഗ്യരാജാണ് ഡൽഹിയിൽ പിടിയിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഭാഗ്യരാജിനെ പിടികൂടിയത്. പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ 2021 നവംബറിലും അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചിത്രം പ്രചരിപ്പിക്കുന്നത് തുടരുകയായിരുന്നു. പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ 2021 നവംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചിത്രം പ്രചരിപ്പിക്കുന്നത് തുടർന്നു. ഇതിനെതിരെ പ്രവീണ രംഗത്തെത്തിയതോടെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഡൽഹി സാഗർപൂരിലാണ് 26-കാരനായ ഭാഗ്യരാജ് താമസിക്കുന്നത്. ഇയാൾ BCA വിദ്യാർത്ഥിയാണ്. 2021 പ്രവീണ ഇയാൾക്കെതിരെ ആദ്യം തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മോർഫിങ്ങിലൂടെ നഗ്നചിത്രങ്ങളാക്കി പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയെന്നായിരുന്നു പരാതി. പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. അന്ന് അറസ്റ്റിലായ ഭാഗ്യരാജ് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ജാമ്യത്തിലിറങ്ങി. തുടർന്ന് കൂടുതൽ ദ്രോഹിക്കുകയാണെന്ന് പ്രവീണ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. 1 വർഷം മുൻപാണ് നടി വീണ്ടും പരാതി നൽകിയത്. അന്വേഷണ സംഘം ഡൽഹിയിലെത്തിയെങ്കിലും ഭാഗ്യരാജിനെ കണ്ടെത്താനായില്ല. ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി വീണ്ടും പിടിയിലായത്. CI ശ്രീകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുബീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ അറസ്റ്റിൽ. കൊരട്ടിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു ഇയാൾ. കാറിൽ സഞ്ചരിക്കവേ ഇയാളെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി തോക്കെടുത്തെങ്കിലും പോലീസ് കീഴടക്കി. കർണാടക പോലീസ് തിരയുന്ന പിടികിട്ടാപ്പുള്ളിയാണ് ശ്രീധരൻ. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകൾ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോടാലി ശ്രീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പാലിയേക്കര മുതൽ പോലീസ് പിന്തുടർന്നാണ് പിടിച്ചത്. പോലീസ് സംഘം കാർ വളഞ്ഞപ്പോൾ തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു. എന്നാൽ കാറിന്റെ ഗ്ലാസ് തകർത്ത് പ്രതിയെ പോലീസ് കീഴടക്കുകയായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകൾ പ്രതിയാണ് കോടാലി ശ്രീധരൻ. കേരളത്തിലെ വിവിധ കേസുകളിൽ ഇയാൾക്കെതിരെ വാറന്റുണ്ട്. കുഴൽപ്പണ സംഘങ്ങളെ പോലീസ് വേഷത്തിലെത്തി ഹൈവേയിൽ തടഞ്ഞ് കവർച്ച നടത്തുന്നതാണ് ശ്രീധരന്റെയും സംഘത്തിന്റെയും രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും കൂട്ടാളികളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ഇടവേള. രാമ
രാമമന്ത്രങ്ങൾ ഉയരുന്ന അയോധ്യ. രാംലല്ല അനുഗ്രഹീതമാക്കിയ പുണ്യഭൂമി. കാഷായമണിഞ്ഞ് വിശ്വാസ വഴികൾ, നൂറ്റാണ്ടുകളുടെ സ്വപ്ന സാഫല്യം, ലോകം കാത്തിരിക്കുന്ന മഹനീയ ദിനം. അയോധ്യ ഉത്സവാഘോഷത്തിൽ അയോധ്യയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ. പ്രാൺ പ്രതിഷ്ഠ, ചടങ്ങുകളും അയോധ്യാപുരിയിലെ വിശേഷങ്ങളും സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. അയോധ്യ എന്നത് ഹൈന്ദവരുടെ സ്വപ്നമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും ഒരുമിച്ച് എല്ലാ ജാതി മതഭേദമെന്നെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഐതിഹ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചില ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വലിയ നീണ്ട ഒരു അജ്ഞാതവാസത്തിന് ശേഷം രാമൻ അയോധ്യയിൽ എത്തുന്നു എന്ന പ്രതീതിയാണ് അവിടെ ജനിപ്പിക്കുന്നത്. ഇവിടുത്തെ കോടിക്കണക്കിനായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസികളായ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തി നിർവഹിക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുക ചെയ്തു. കാലത്തിന്റെ അനിവാര്യതയാണ് ഈ രാഘവേന്ദ്രന്റെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠാ സ്ഥാനത്ത് പിന്നോക്കക്കാരനായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട നരേന്ദ്രൻ വന്നിരുന്ന് ഒന്നാമനാവുക എന്നുള്ളത്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ പ്രത്യേക ടോക്ക് ഷോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ന്യൂസ് 18 കേരള. കളിയിക്കാവിളവരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KV ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താ. വലുപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി. രാവിലെ സർവീസ് നടത്താനുള്ള ഒരുക്കങ്ങൾക്കിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് പിൻഭാഗത്തുള്ള 2 കോച്ചുകൾ പാളം തെറ്റിയത്. രാവിലെ 5:10 പുറപ്പെടേണ്ട ട്രെയിൻ പാളം തെറ്റിയ കോച്ചുകൾ ഒഴിവാക്കി 6:40 പുറപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വയനാട്ടിൽ 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ കർണാടക സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. കുട്ടമത്തിക്കാട് എസ്റ്റേറ്റിൽ മണിവണ്ണനെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ MM അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. 2023 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അമ്മയുടെ പ്രസവത്തിന് കൂട്ടിരിപ്പിനായി വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥിനി. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് മണിവണ്ണനും ഈ മെഡിക്കൽ കോളേജിലെത്തിയത്. ആശുപത്രിയിൽ വച്ചാണ് മണിവണ്ണൻ പെൺകുട്ടിയെ പരിചയപ്പെടുകയും പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ചെയ്തത്. പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തു വന്നതോടെയാണ് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പോക്സോ, ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. SI TK മിനിമോൾ, ASIമാരായ സജി, ബിജു വർഗീസ്, CPOമാരായ സരിത്, ഗീത, ഡ്രൈവർ അനിൽകുമാർ എന്നിവരും അന്വേഷണത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വയനാട്. രാജ്യത്തിന്റെ വികസന കവാടമായി വിഴിഞ്ഞം മാറാൻ ഇനി മാസങ്ങൾ മാത്രം. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ 250 മീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം അനുബന്ധ വികസനങ്ങളാണ് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകേണ്ടത്. വിഴിഞ്ഞത്ത് കാലതാമസത്തിന്റെ കഥയെല്ലാം മാറുകയാണ്. പറഞ്ഞു തീരും മുൻപ് തുറമുഖം ഇങ്ങ് എത്തുന്നു. മേയിൽ കണ്ടെയ്നറുകളുമായി ആദ്യത്തെ കപ്പലെത്തും. വാണിജ്യ കപ്പലല്ല എത്തുന്നത്. ബെർത്തിലുറപ്പിച്ച ക്രെയിനുകളുടെ ശേഷി പരിശോധിക്കുന്നതിനുള്ള കപ്പലാണ് എത്തുന്നത്. മുന്ദ്ര തുറമുഖത്തു നിന്നാകും കണ്ടെയ്നറുകളുമായി കപ്പൽ എത്തുക. തുറമുഖ നിർമ്മാണം അതിവേഗത്തിലാണ് കുതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വേണ്ട 2950 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ 2700 മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു. 53 ഹെക്ടർ കടൽ കരയാക്കേണ്ടതിൽ 51 ഹെക്ടർ പൂർത്തിയായി.
4 തവണയായി ചൈനയിൽ നിന്ന് ക്രെയിനുകൾ എത്തിച്ചു. യാർഡ് ക്രെയിനുകളും ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. അതേസമയം അനുബന്ധ വികസനത്തിൽ വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണ്. ഭൂഗർഭ റെയിൽപാതയുടെ സർവേ നടപടികൾ എങ്ങുമെത്തിയില്ല. റിംഗ് റോഡ് പ്രവൃത്തികളും ഇഴയുന്നു. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട റിംഗ് റോഡ് പദ്ധതി. സ്ഥലമേറ്റെടുത്തതിൽ ഇതുവരെ തുക നൽകാനാകാത്തത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ചരക്ക് നീക്കത്തിലൂടെ 1/4 നൂറ്റാണ്ടുകൊണ്ട് മുന്ദ്ര തുറമുഖത്ത് നിന്ന് നേടാൻ കഴിഞ്ഞത് 30,000 കോടി രൂപയാണ്. ഇതേ തുക വിഴിഞ്ഞത്ത് നിന്ന് സമാഹരിക്കാൻ 10 വർഷം മതിയെന്നാണ് കണക്കാക്കുന്നത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വടക്ക് കിഴക്കൻ ചൈനയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഹാർബിൻ. പ്രത്യേകിച്ച് ശിശിരകാലത്ത് മഞ്ഞുവീഴ്ചയുണ്ടാകുമ്പോൾ ഹാർബിന്റെ മുഖമാകെ മാറും. മഞ്ഞും ഐസും തീർത്ത ശില്പചാരുതയാകും ഹാർബിനിലെങ്ങും ദൃശ്യമാവുക. ഇത് കാണാൻ എല്ലാ വർഷവും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. ഇത്തവണ മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങ് വിനോദസഞ്ചാരികളാണ് ഹാർബിനിലെത്തിയത്. ശിശിരകാലം ഹാർബിൻ ആഘോഷിക്കുന്നത് മഞ്ഞുത്സവവും തണുത്തുറഞ്ഞ ഐസിൽ ശില്പങ്ങൾ നിർമ്മിച്ചുമൊക്കെയാണ്. ഹാർബിനിൽ കൃത്രിമമായി മഞ്ഞുനഗരം വരെ ഇതിനായി എല്ലാ വർഷവും ഒരുക്കാറുണ്ട്. ഓരോ വർഷവും വൈവിധ്യമാർന്ന രീതിയിലാണ് ഇവ തയ്യാറാക്കുന്നത്. ഒരിക്കലും സന്ദർശകർക്ക് ആവർത്തന വിരസത തോന്നാത്ത രീതിയിലാണ് ഹാർബിനിലെ മഞ്ഞുത്സവം നടത്തുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മഞ്ഞുകാലത്ത് ചൈനയിലെത്തുന്ന സഞ്ചാരികളിലേറെയും ഹാർബിനിലേക്ക് പോകുന്നത്. മുൻവർഷങ്ങളെക്കാൾ ഹാർബിനിലെത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതുവർഷത്തിലെ ആദ്യ 3 ദിനം മാത്രം ഹാർബിൻ സന്ദർശിച്ചത് 3.05 ദശലക്ഷം സഞ്ചാരികളാണ്. ഇക്കാലയളവിൽ താമസ കാറ്ററിംഗ് മേഖലകളിൽ 129.4% വളർച്ചയും രേഖപ്പെടുത്തി. തണുത്തുറഞ്ഞ സോങ്ഹുവ നദിയിലെ 1,40,000 ചതുരശ്ര മീറ്റർ പ്രദേശത്താണ് ഐസ് ആൻഡ് സ്നോ പാർക്ക് നിർമ്മിക്കുന്നത്. ഇവിടെ സന്ദർശകർക്ക് ഐസ് സ്കേറ്റിംഗും സ്ലെഡ്ജിംഗും സ്നോമൊബൈലും സ്കീ റൈഡുകളും എല്ലാം ആസ്വദിക്കാം. സോഷ്യൽ മീഡിയയിൽ ഹാർബിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. റഷ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളും മനോഹരമായ മഞ്ഞുകാഴ്ചകളും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ജനപ്രീതിക്ക് കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബാൻഡ് മേളം തീർക്കാൻ പൂർണ്ണസജ്ജമാണ് വയനാട്ടിൽ ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ ബാൻഡ് ട്രൂപ്പ് സംഘമാണ് സംഗീതാസ്വാദകരുടെ മനം കവരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കലയുടെ പുതിയ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചതോടെ ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി ഇടങ്ങളിലാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. പ്രൊഫഷണൽ ടീമുകളോട് കിടപിടിക്കും വിധത്തിലുള്ളതാണ് കൃപാലിയ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം. 15 വർഷം മുമ്പാണ് സ്കൂളിൽ ബാൻഡ് ട്രൂപ്പിന് തുടക്കമിട്ടത്. ഇപ്പോൾ 12 അംഗ സംഘമാണ് ട്രൂപ്പിലുള്ളത്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ബാൻഡ് വാദ്യ പരിശീലനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒരേ സ്വരത്തിലും താളത്തിലും അണിനിരത്തുകയെന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു. ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് കുട്ടികൾ ബാൻഡ് വാദ്യം പഠിച്ചെടുത്തത്. പഞ്ചായത്തുകളിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് ഇതര സംസ്ഥാന തലങ്ങളിലുമെല്ലാം ഈ ബാൻഡ്മേളം ഇന്ന് ശ്രദ്ധേയമാണ്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നതിനാൽ മിക്ക പള്ളികളുടെ അങ്കണങ്ങളിലും ദേവാലയ സ്തുതി ഗീതങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രദക്ഷിണവേളകളിലും മറ്റ് പഞ്ചായത്തുകളിലും മറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം റാലികളിലുമെല്ലാം ഈ മക്കളുടെ വാദ്യമേളം ഇന്ന് ശ്രദ്ധേയമാവുകയാണ്. അധ്യാപികയായ സിസ്റ്റർ ആൻഡ്രീസയാണിപ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. പള്ളിപ്പെരുന്നാളിന്റെ സീസണായതിനാൽ ബാൻഡ് മേളത്തിന് ആവശ്യക്കാരും ഏറെയാണ്. 15,000 രൂപയാണ് ട്രൂപ്പിന്റെ ചെലവ്.
ഈ തുക കുട്ടികൾക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുക. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുകയും വരുമാനം നേടിക്കൊടുക്കുകയുമാണ് ഈ ബാൻഡ് ട്രൂപ്പ്. ന്യൂസ് 18 വയനാട്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി